ഈദ് അദാ മുബാറക്. ഈദ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ എന്താ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു ഡേ ആണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് നമ്മൾ മൈലാഞ്ചി വെക്കും. പിന്നെ നമ്മൾ ഇത് കറി വെക്കാനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ തന്നെ ഇത് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ തറവാട്ട് പോയിട്ട്, കാരണം ആണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ടൈമായി. പിന്നെ അത് കഴിഞ്ഞ് പെണ്ണുങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലമൊക്കെ എൻ്റെ കുഞ്ഞുമൊന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടിയിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ദോശയൊക്കെ ചുട്ട് പിന്നെ അമ്മ അവിടെ കറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സാമ്പാറൊക്കെ ആയിരുന്നു. ദോശയും നല്ല സാമ്പാറൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ദിസ് ഈസ് മൈ ഈദ് ഔട്ട്ഫിറ്റ്. നമ്മൾ വീട്ടിൽ പോയി കുട്ടിച്ച് റെഡിയായി. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീൻ കൂടി ആവാമല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. പിന്നെയുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ ഏത് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇടുമെന്നുള്ളത്. പെരുന്നാളായതുകൊണ്ട് കുറച്ച് അധികം ഒരുങ്ങാമെന്നങ്ങ് വിചാരിച്ചു. ഒന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ പിന്നെ ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് ഞാനെന്തോ ഒരുങ്ങി. പിന്നെ നമ്മൾ പായസമൊക്കെ അതിൻ്റെ അടുക്കൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ നേരെ തറവാട്ടിൽ പോയി. അപ്പോൾ പോകുമ്പോൾ വാപ്പാപ്പ അവിടെ തകൃതിയായിട്ട് ബിരിയാണീൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വാപ്പാപ്പ പിന്നെ ബിരിയാണി എക്സ്പേർട്ട് ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വാമ്മയുടെ അടുക്കളയിൽ ഭയങ്കര പണിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്താ പരിപാടി, നമ്മൾ ഫോട്ടോ എടുക്കൽ, പിന്നെ ഓരോരുത്തരുടെ സ്റ്റോറി നോക്കൽ, ഇതൊക്കെയാണ് നമ്മളെ പരിപാടി. പിന്നെ ഉച്ചയായി ചോറ് കഴിക്കാൻ, അപ്പോൾ ഹൈസുവിന് ബിരിയാണി വേണ്ട, അപ്പോൾ ഇങ്ങനെ ഇരിക്കണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാം കഴിച്ചിട്ടാണ് ഈ നല്ല ചിക്കൻ പൊരിച്ചതും പിന്നെ നല്ല പായസവും ബിരിയാണിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി കഴിച്ചു. പിന്നെ നമ്മളിവിടെ ബിരിയാണി നോക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നാൽ ഭയങ്കര ഒരു വിപ്ലവം തന്നെയാണ് കേട്ടോ. കാരണം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് കഴിയുന്നത് വരെ ഒരു അടിപൊളിയാണ്. എന്താണെന്നറിയില്ല. പിന്നെ ഞാനെപ്പോഴും ചിക്കൻ ഇങ്ങനെ പെറുക്കിയിട്ട് എടുത്ത് കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പം എന്നെ പോലുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുടുംബക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. പിന്നെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കുറച്ച് ബഹളമൊക്കെ കേൾക്കാം. ഇനിയിപ്പോൾ എല്ലാവരും കിടന്നുറങ്ങും. അപ്പോൾ അത്രേ ഉള്ളൂ.